നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ ഒരു ശുദ്ധികലശം ആവശ്യമാണ്. കോടതി മുന്നിട്ടിറങ്ങണമെന്ന ആവശ്യമാണ് മുരളി തുമ്മാരുകുടി പറയുന്നത്. താൻ പറഞ്ഞ കാര്യങ്ങൾ അച്ചട്ടാകുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. നടിമാർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളും അവർക്കെതിരെ ഉണ്ടായിട്ടുള്ള അക്രമങ്ങളും തുറന്നു പറയാനുള്ള ഒരു വേദി ഒരുങ്ങേണ്ടതാണെന്നാണ് മുരളി തുമ്മാരുകുടി ആവശ്യപ്പെടുന്നത്. ഇക്കാര്യത്തിൽ പ്രത്യേക കോടതിയും സമയബന്ധിതമായ നടപടിക്രമങ്ങളും ഉണ്ടായാൽ അതിജീവിതമാർ അതിനോട് സഹകരിക്കാനും കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടാനും സാധ്യതയുണ്ട്. കുറ്റം ചെയ്യാത്തവർക്കാകട്ടെ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ പേരിലെ കളങ്കം ഒഴിവാക്കി കിട്ടുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു. തുറന്നു പറച്ചിലിന്റെ കോടതി. പ്രതീക്ഷിച്ച പോലെ കൂടുതൽ സ്ത്രീകൾ മലയാള സിനിമാ രംഗത്ത് അവർക്കുണ്ടായ മോശമായ അനുഭവങ്ങൾ തുറന്നു പറയുകയാണ്. ഏറെ നടന്മാർ, സംവിധായകർ, സംഘടനാ ഭാരവാഹികൾ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്നിങ്ങനെ സിനിമാ ലോകത്തിന് ചുറ്റും കറങ്ങുന്നവർ ഒക്കെ അഭിനയമോഹമുള്ളവരിൽ നിന്നും സെക്സ് അവകാശമായി കാണുന്നവരാണെന്നാണ് തെളിഞ്ഞുവരുന്നത്. ഈ വിഷയത്തിന്റെ തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. മറ്റുള്ളവരുടെ മേൽ അധികാരമുള്ളവർ ഇത്തരത്തിൽ ഒരാളോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് ഒറ്റപ്പെട്ട സംഭവമാകില്ല, ഒരു പാറ്റേൺ ആകാനാണ് സാധ്യത. അമേരിക്കയിലെ ജിംനാസ്റ്റ് രംഗത്തെ പ്രതിഭകളുടെ അമേരിക്കൻ ഒളിമ്പിക് അസോസിയേഷന്റെ ഉൾപ്പെടെ ടീം ഡോക്ടർ ആയിരുന്നു ഡോക്ടർ ലാറി നാസർ. 1990 മുതൽ 2018 അറസ്റ്റ് ചെയ്യപ്പെടുന്നതുവരെ ഇയാൾ 265 ജിംനാസ്റ്റുകളെയാണ് ലൈംഗികമായി ദുരുപയോഗം ചെയ്തത്. ഇവരിൽ ഒളിമ്പിക് മെഡൽ ജേതാക്കൾ കൂടി ഉണ്ടായിരുന്നു. ഹോളിവുഡ് രംഗത്തെ അതികായനായിരുന്ന ഹാർവി വിൻസ്റ്റനെതിരെ പരാതിപ്പെട്ടത് 80 സ്ത്രീകളായിരുന്നു. അയാളുടെ പീഡന പരമ്പര 30 വർഷം നീണ്ടു. നാസറിന് ലഭിച്ചിരിക്കുന്ന ശിക്ഷ 300-ലേറെ വർഷം ജയിൽവാസമാണ്. ഇവർ രണ്ടുപേരും ഇപ്പോൾ ജയിലിലാണ്. നാസറിന് ലഭിച്ചിരിക്കുന്ന ശിക്ഷ 300-ലേറെ വർഷം ജയിൽവാസമാണ്. അമേരിക്കയിലായതിനാൽ അയാൾ ഇനി സ്വതന്ത്രമായി ഒരു ദിവസം പോലും ജീവിക്കില്ല. ഇതുതന്നെയാകും നമ്മുടെ കാര്യവും. കേട്ടിടത്തോളം പതിറ്റാണ്ടുകളായി തുടരുന്ന രീതിയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം മുതൽ ന്യൂജൻ വരെയുള്ള ആളുകൾ ആരോപണ വിധേയരായി രംഗത്തുണ്ട്. സിനിമയിൽ അഭിനയിക്കാൻ മാത്രമല്ല, സിനിമയിൽ അഭിനയിച്ചവർക്ക് സിനിമാ താരങ്ങളുടെ സംഘടനയിൽ അംഗമാകാൻ പോലും സംഘടനാ ഭാരവാഹികൾ ശരീരം ആവശ്യപ്പെട്ടു എന്നും ചെറുത്തവർക്ക് അംഗത്വം നൽകിയില്ല എന്നൊക്കെയുമാണ് പരാതികൾ വരുന്നത്. ഇക്കണക്കിന് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യമെടുത്താൽ പോലും ലൈംഗിക അക്രമങ്ങൾ നടത്തിയവർ ഡസൻ കണക്കിനുണ്ടാകും. ലൈംഗിക അതിക്രമത്തിന് ഇരയായവർ 100 കണക്കിനും. തെറ്റായി പെരുമാറിയവർ മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ പോലും ആ പ്രവർത്തികളെ പറ്റി തുറന്നു പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിജീവിതമാർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവരുടെ മനസ്സിലെ മുറിവായി അത് കിടക്കും. കുറ്റം ചെയ്തവർ മരിച്ചുപോയതുകൊണ്ട് അതിജീവിതമാർക്ക് അതൊരു ക്ലോഷർ ആകുന്നില്ല. കുറ്റം ചെയ്തിട്ടുള്ളവർ കുഴിമാടത്തിൽ നല്ല റെപ്യൂട്ടേഷനോടെ കിടക്കേണ്ട ആവശ്യവുമില്ല. ഇത്തരത്തിലുള്ള ഓരോ കുറ്റകൃത്യവും നമ്മുടെ സാധാരണ കോടതിയിലൂടെ കടന്നു പോകണമെങ്കിൽ അത് ഇപ്പോൾ ഈ വിഷയത്തിൽ ഉൾപ്പെട്ട ആരോപണ വിധേയരും അതിജീവിക്കുന്നവരും ജീവിച്ചിരിക്കുന്ന കാലത്ത് സാധ്യമായി എന്ന് വരില്ല. അത് അതിജീവിതമാർക്കും ആരോപണ വിധേയർക്കും നല്ലതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം വേണ്ടത് അതിജീവിതമാർക്ക് അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളും അവർക്കെതിരെ ഉണ്ടായിട്ടുള്ള അക്രമങ്ങളും തുറന്നു പറയാനുള്ള ഒരു വേദിയാണ്. സൗത്ത് ആഫ്രിക്കയിലെ ട്രൂത്ത് കമ്മീഷന്റെ മോട്ടോ ആയിരുന്ന റിവീലിംഗ് ഈസ് ഹീലിംഗ് ആണ് എനിക്ക് ഓർമ്മ വരുന്നത്. പൊതുസമൂഹം ജഡ്ജ്മെന്റൽ അല്ലാതെ അവരെ കേൾക്കുന്നു. തുറന്നു പറയുന്നത് കൊണ്ട് അവർക്ക് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തുന്നു എന്നുള്ളത് തന്നെ ശരിയായ ദിശയിലേക്കുള്ള ഒരു പടിയാണ്. രണ്ടാമത്തേത്, തുറന്നു പറയുന്നവരെ കോടതികളിലൂടെ ഡിഫമേഷൻ കേസ് നടത്തിയോ പ്രൊഫഷണൽ രംഗത്ത് അവസരങ്ങൾ ഇല്ലാതാക്കിയോ പീഡിപ്പിക്കില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ്. ഇതിൽ രണ്ടാമത്തേതിന് നമ്മുടെ സിനിമാ രംഗം ശുദ്ധീകരിക്കുക മാത്രമേ മാർഗമുള്ളൂ. പക്ഷേ തുറന്നു പറയുന്നവർക്കെതിരെ മാനനഷ്ട കേസുകൾ വരുമ്പോൾ അവർക്ക് വേണ്ടത്ര സൗജന്യ നിയമസഹായം സമൂഹത്തിന് ഉറപ്പ് നൽകാനാകണം. അതിസമ്പന്നരായ ആരോപണ വിധേയരോട് കോടതിയിൽ ഏറ്റുമുട്ടാൻ തികച്ചും സാധാരണക്കാരായ അതിജീവിതമാർക്ക് പറ്റില്ല എന്ന് നാം അംഗീകരിക്കണം. മൂന്നാമത്തേത്, ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകളിൽ ഔദ്യോഗികമായി പരാതി പറഞ്ഞ് കോടതി സംവിധാനത്തിലൂടെ ക്രിമിനൽ കേസ് നടത്താൻ താൽപ്പര്യമുള്ളവർക്ക് അതിനുവേണ്ടി മാത്രം സമയബന്ധിതമായി ഒരു ട്രിബ്യൂണൽ ഉണ്ടാക്കുക എന്നതാണ്. സ്വന്തം പ്രൊഫഷനിൽ ഇനിയും പ്രതീക്ഷയുള്ള അതിജീവിതമാരുണ്ട്. അതിന് ചിലവാക്കേണ്ട സമയം, ഇനിയുള്ള നാൾ കോടതി വരാന്തയിൽ ചിലവാക്കാൻ അവർക്ക് താല്പര്യമുണ്ടാകില്ല. പക്ഷേ ഇക്കാര്യത്തിൽ പ്രത്യേക കോടതിയും സമയബന്ധിതമായ നടപടിക്രമങ്ങളും ഉണ്ടായാൽ അതിജീവിതമാർ അതിനോട് സഹകരിക്കാനും കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടാനും സാധ്യതയുണ്ട്.
കുറ്റം ചെയ്യാത്തവർക്കാകട്ടെ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ പേരിലെ കളങ്കം ഒഴിവാക്കി കിട്ടുകയും ചെയ്യുമല്ലോ.